ഹലോ, നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും UK രണ്ട് ടൈമിംഗ് ആണ് കേട്ടോ ഉള്ളത്. ഒന്ന് ബ്രിട്ടീഷ് സമ്മർ ടൈമും പിന്നെ ഒന്ന് ഗ്രീനിഷ് മീൻ ടൈമും. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ GMT ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടിലെ സമയമായിട്ട് ഇപ്പം 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇന്ന് മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അപ്പം ഇന്ന് ഇവിടുത്തെ സമയം മാറാൻ പോവാണ്. നാളെ തൊട്ട് ബ്രിട്ടീഷ് സമ്മർ ടൈമിലോട്ട് മാറുവാണ്. അതായത് നാളെ മുതൽ നാട്ടിലെ സമയമായിട്ട് 4.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ രണ്ട് സമയം മാറുന്ന 2 ദിവസങ്ങളായിട്ടാണ് കേട്ടോ. ഒന്ന് മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ചയും പിന്നെ ഒന്ന് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും. അപ്പോൾ ഇതെങ്ങനെ മാറുന്നതെന്നല്ലേ സംശയം ഉണ്ടാവും എല്ലാവർക്കും. ഞാൻ കാണിച്ചു തരാം. ഡേറ്റ് കണ്ടല്ലോ, 30 മാർച്ച് സൺഡേ. സമയം 12:59. ഗ്രീനിഷ് മീൻ ടൈമാണ്. ലണ്ടൻ ടൈം 12:59. മുംബൈയിൽ 6:29. 5.5 മണിക്കൂർ വ്യത്യാസം. ഇപ്പോൾ സമയം മാറും. ഇപ്പോൾ 1 മണിക്ക് പകരം നേരെ 2 മണിയിലോട്ട് മാറുന്നത് നമുക്ക് കാണാം. കണ്ടോ, നേരെ 2 മണിയിലോട്ട് മാറിയത്. ഇപ്പോൾ ബ്രിട്ടീഷ് സമ്മർ ടൈമുമായി. അപ്പോൾ നാട്ടിൽ ഇവിടുത്തെ ആയിട്ട് സമയ വ്യത്യാസം 4.5 മണിക്കൂറുമായി. അതേപോലെ തന്നെ ഒക്ടോബറിലെ അവസാനത്തെ ഞായറാഴ്ച ആകുമ്പോൾ ഈ 1:59 കഴിഞ്ഞിട്ട് വീണ്ടും 1 മണി തന്നെയാവും. അങ്ങനെയാണ് ഈ സമയം മാറുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തിനാ ഇങ്ങനെ 2 സമയം വെച്ചേക്കുന്നതെന്നല്ലേ, അത് ഇവിടുത്തെ ആ ഒരു പകലിൻ്റെ ആ ഒരു ദൈർഘ്യ വ്യത്യാസത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് സമ്മർ ടൈമിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉദിക്കുകയും ചെയ്യും. വൈകുന്നേരം മാക്സിമം ഒരു 9 മണി 9:30 ആ സൂര്യൻ്റെ വെട്ടം ഉണ്ടാവുകയും ചെയ്യും. അതേസമയം വിന്ററിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് ഒരു 8 മണി 8:30 ആകുമ്പോഴേ നേരം വെളുക്കുള്ളൂ. അതേപോലെ തന്നെ നേരത്തെ ഒരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവുകയും ചെയ്യും. ആ ഒരു വ്യത്യാസം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടൈമിംഗ് വെച്ചിരിക്കുന്നത്.